പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ്. ഓക്കെ, സോ ലെവലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, സപ്പോസ് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക്, ദാറ്റ് ഈസ് എ പോയിന്റ് ഹൂസ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഡേറ്റം ഇസ് നോൺ. അപ്പൊ ആ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ സർഫസ് ആണ് ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്ന കേർവ്ഡ് ആയിട്ടുള്ള സർഫസിലെ ഒരു ലൈൻ ആണ് ഈ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y എന്നുള്ള പോയിന്റിന്റെ ഇതേപോലെ റെഡ്യൂസ്ഡ് ലെവൽ, ഓക്കെ, അല്ലെങ്കിൽ എലിവേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ അറിയാം, y അറിഞ്ഞൂടാം. സോ എക്സിനും വൈനും ഇൻ ബിറ്റ്വീൻ ഓൾമോസ്റ്റ് സെൻട്രലായിട്ട് നമ്മൾ ഡംപി ലെവൽ സെറ്റപ്പ് ചെയ്യുക, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്ത് എക്സിൽ ഒരു ലെവലിംഗ് സ്റ്റാഫ് വെർട്ടിക്കലായി ഹോൾഡ് ചെയ്ത് സൈറ്റ് ചെയ്യാം. സൈറ്റ് ചെയ്ത് കിട്ടുന്ന റീഡിംഗ്, സപ്പോസ് ലെറ്റ് ഇറ്റ് ബി HX. ഓക്കെ, ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, അതായത് ഈ ഡാർക്ക് ബ്ലൂ ലൈൻ ആണ് ഹൈറ്റ് ഓഫ് ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ. ഇതിന്റെ എലിവേഷൻ സീ ലെവലിൽ നിന്ന് എത്ര ഉയരെയാണ് ഉള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? HI ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക്, ദാറ്റ് ഇസ് എക്സ് എന്നുള്ള പോയിന്റിന്റെ റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് HX, ദാറ്റ് ഇസ് പ്ലസ് ബാക്ക് സൈറ്റ്. ഫസ്റ്റ് എടുക്കുന്ന റീഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് സൈറ്റ്. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ലെവലിംഗ് സ്റ്റാഫ് ഇവിടെ നിന്ന് കൊണ്ടുപോയി വൈയിൽ പ്ലേസ് ചെയ്യുന്നു, വെർട്ടിക്കലായിട്ട് തന്നെ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു, സൈറ്റ് ചെയ്യുന്നു, ലൈൻ ഓഫ് സൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെ റീഡിംഗ് നോട്ട് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി HY. ഓക്കെ, സോ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദിസ് പോയിന്റ് y എന്നുള്ള പോയിന്റിന്റെ കിട്ടണമെങ്കിൽ, ഇത് സപ്പോസ് നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ആണെങ്കിൽ ഈ HY നമ്മൾ ഫോർ സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് y is equal to HI, height of instrument, minus foresight. ഓക്കെ, പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ്, സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പിയിൽ കിട്ടിയ റീഡിംഗ് ആണ് HP. സോ P എന്ന് പറയുന്നത് എക്സിനും വൈക്കിനും ഇടയ്ക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പിയിൽ കിട്ടിയ HP എന്നുള്ള റീഡിംഗ് നമ്മുടെ ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. ആ P എന്നുള്ള പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ള ഇക്വേഷൻ എന്തായിരിക്കും? റെഡ്യൂസ് ലെവൽ ഓഫ് P, which is an intermediate point, അല്ലെ? reduce level of intermediate point is equal to height of instrument minus intermediate site. So height of instrument നിന്ന് എന്ത് കുറയ്ക്കണം? HP എന്നുള്ള വാല്യൂ കുറയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പഠിച്ചു ബാക്ക് സൈറ്റ് മാത്രമാണ് പ്ലസ് സൈറ്റ്, അല്ലെ? ഇന്റർമീഡിയറ്റ് സൈറ്റും ഫോർ സൈറ്റും മൈനസ് സൈറ്റ് ആണ്. അതായത് ഇക്വേഷനിൽ വരുമ്പോൾ എപ്പോഴും -IS അല്ലെങ്കിൽ -FS എന്നായിരിക്കും വരിക. ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ബുക്കിംഗ് ആൻഡ് റെഡ്യൂസ്ഡ് ലെവൽ ബുക്ക്. ഓക്കെ, ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒബ്സർവേഷൻസിനെ എല്ലാം ഒരു കോളം വരച്ച് അതിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. ഓക്കെ, ഫീൽഡ് ബുക്ക് അല്ലെങ്കിൽ ലെവൽ ബുക്ക്. ആ ബുക്കിന്റെ പർപ്പസ് എന്താണ്? അതിൽ ഓൾറെഡി നമുക്ക് ഇങ്ങനെ കോളമായിട്ട് ഏത് ഒബ്സർവേഷൻസ് എഴുതാനുള്ള ആ ബേസിക് കോളം അതിൽ ഓൾറെഡി കാണും. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് ജസ്റ്റ് റീഡിങ്സ് എഴുതിയെടുത്താൽ മാത്രം മതി. അപ്പൊ ഇതിനെയാണ് ഒരു ലെവൽ ഫീൽഡ് ബുക്ക് എന്ന് പറയുക. അപ്പൊ സാധാരണ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു ലെങ്ത് വൈസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ചെയിൻ സർവേയുടെ കോളം കാണും, അതുപോലെ ബുക്കിംഗ്, ലെവലിംഗ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിന്റെ, അതുപോലെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിന്റെ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കോളംസ് അതിനകത്ത് എൻട്രി ചെയ്യാനുള്ള കോളംസ് എല്ലാം അതിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ ഫീൽഡ് ബുക്ക്, ഓൾസോ കോൾഡ് ആസ് ലെവൽ ബുക്ക്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഡൗൺ ഈച്ച് സ്റ്റാഫ് റീഡിംഗ് during leveling, and subsequently this is used for finding out the elevation of points or stations. The observed staff readings are noted in a level book and are further required to find out the elevation of points. This operation is known as reduction of level. Okay, so booking എന്ന് പറയുന്നത് ഈ റീഡിങ്സ് നോട്ട് ഡൗൺ ചെയ്യുന്നതിനെയാണ്. ഇനി റെഡ്യൂസിങ് ഓഫ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്ത് റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു കോളം ഉണ്ട്, അല്ലെ? ഈ കോളത്തിലെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന, കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് റെഡ്യൂസിങ് ഓഫ് ലെവൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്, രണ്ടാമത്തത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ കോളിമേഷൻ മെത്തേഡ്. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ കോളിമേഷൻ മെത്തേഡ്
എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഒബ്സർവേഷൻ വരയ്ക്കുന്നത് നോക്കാം. സോ ആദ്യത്തെ കോളം സ്റ്റേഷൻ, ഓക്കെ. രണ്ടാമത്തേത് ബാക്ക് സൈറ്റ്, മൂന്നാമത്തേത് ഇന്റർമീഡിയറ്റ് സൈറ്റ് അല്ലെങ്കിൽ IS, നാലാമത്തേത് ഫോർ സൈറ്റ് അല്ലെങ്കിൽ FS, അഞ്ചാമത്തേത് HI ദാറ്റ് ഇസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, ആറാമത്തേത് റെഡ്യൂസ്ഡ് ലെവൽ, അവസാനത്തെ കോളം റിമാർക്സ്. അപ്പൊ ഇങ്ങനെ നമ്മൾ 7 കോളം വരയ്ക്കാം. ഓക്കെ, ഇത് കറക്റ്റ് ഇതേ ഓർഡറിൽ തന്നെ കാണാതെ പഠിച്ച് ഇതുപോലെ എഴുതുക. സ്റ്റേഷൻ, ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, HI, RL, റിമാർക്സ്. ഇനി നമുക്ക് ഈ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. HI ആദ്യത്തെ സെറ്റപ്പ് ആണെങ്കിൽ ഫസ്റ്റ് സെറ്റപ്പിൽ നമുക്കിപ്പോൾ ഒരു 4 റീഡിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തേത് ബാക്ക് സൈറ്റ്, അപ്പോൾ HI ഈക്വൽ ടു RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് എന്തായിരിക്കും? ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. അപ്പോൾ RL ഓഫ് ഇന്റർമീഡിയറ്റ് സൈറ്റ് പോയിന്റ് അല്ലെ, ഇന്റർമീഡിയറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു HI മൈനസ് IS. ഇനി അടുത്തത് ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ RL ഓഫ് ദാറ്റ് പോയിന്റ് ഇസ് ഈക്വൽ ടു അഗെയിൻ HI മൈനസ് ആ പോയിന്റിലെടുത്ത സ്റ്റാഫ് റീഡിംഗ്, ദാറ്റ് ഇസ് ആ പോയിന്റിലെടുത്ത ഇന്റർമീഡിയറ്റ് സൈറ്റ്. ഇനി അടുത്ത വീണ്ടും ഒരു ഇന്റർമീഡിയറ്റ് സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ പിന്നെയും ഇക്വേഷൻ എങ്ങനെ വരും? RL ഓഫ് നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് പോയിന്റ് ഈക്വൽ ടു HI മൈനസ് അവിടെ എടുത്ത ഇന്റർമീഡിയറ്റ് സൈറ്റ്. ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് റീഡിംഗ് ആണ്, അതായത് ഫോർ സൈറ്റ്. ഇതോടെ എടുത്തിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ എന്താണ് അടുത്ത ഇക്വേഷൻ വരേണ്ടത്? RL ഓഫ് ചേഞ്ച് പോയിന്റ് ഓർ RL ഓഫ് ലാസ്റ്റ് പോയിന്റ് ഇസ് ഈക്വൽ ടു HI മൈനസ് FS. FS എന്താണ്? ലാസ്റ്റ് എടുത്ത റീഡിംഗ് ഫോർ സൈറ്റ്. ഇനി നമ്മൾ ഉടനെ പുതിയൊരു സ്ഥലത്ത് കൊണ്ട് സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ സെറ്റപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകൂടെ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വീണ്ടും ചെയ്യണം. അതിനുശേഷം അവസാനം എടുത്ത പോയിന്റിലേക്ക് വീണ്ടും ഒരു ബാക്ക് സൈറ്റ് എടുക്കണം. അപ്പൊ ആ പോയിന്റിന്റെ പേരാണ് ചേഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. അപ്പൊ വീണ്ടും നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്ക് പുതിയ സ്ഥലത്ത് നമ്മൾ ഇൻസ്ട്രുമെന്റ് വെക്കുമ്പോൾ ഒരു പുതിയ ഹൈറ്റ് ആയിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ ന്യൂ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഫോർ ദ സെക്കൻഡ് സെറ്റപ്പ്, ന്യൂ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു, സാധാരണ ഇക്വേഷനിൽ നമ്മൾ എന്താ പറയുക? RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് എന്ന് പറയാം അല്ലെ. പക്ഷെ ഇവിടെ ബെഞ്ച് മാർക്കായി മാറി അല്ലെ. നമ്മുടെ ആ ചേഞ്ച് പോയിന്റിന്റെ റെഡ്യൂസ് ലെവല് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചേഞ്ച് പോയിന്റ് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന റെഡ്യൂസ് ലെവൽ ഉള്ള ഒരു പോയിന്റ് ആയി മാറി. അറിയാവുന്ന റെഡ്യൂസ് ലെവൽ ഉള്ള പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബെഞ്ച് മാർക്ക്. അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് ചേഞ്ച് പോയിന്റ് പ്ലസ് ബാക്ക് സൈറ്റ്. അപ്പൊ നമുക്ക് പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടി. ഇനി അവിടെ അടുത്തൊരു ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ലെവൽ ഓഫ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ന്യൂ HI മൈനസ് IS. വീണ്ടും ഒരു ഇന്റർമീഡിയറ്റ് സൈറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ന്യൂ HI മൈനസ് രണ്ടാമത്തെ IS. അടുത്ത ഫോർ സൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവസാനത്തെ പോയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ന്യൂ HI മൈനസ് FS. ഓക്കെ, വീണ്ടും നമ്മൾ പുതിയൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു, ബാക്ക് സൈറ്റ് എടുക്കുന്നു. അപ്പോഴും ന്യൂ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈക്വൽ ടു അവസാനം കിട്ടിയ ചേഞ്ച് പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ പ്ലസ് അവിടുത്തെ ബാക്ക് സൈറ്റ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു പോകുന്നത്. എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെക്ക് ഉണ്ട്, ഒരു അരിത്തമെറ്റിക് ചെക്ക് ഉണ്ട്. എന്തിനാണ് അരിത്തമെറ്റിക് ചെക്ക് ചെയ്യുന്നത്? ബാക്ക് സൈറ്റ് കോളത്തിലുള്ള വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യാം, സിഗ്മ ബാക്ക് സൈറ്റ് കണ്ടുപിടിക്കാം. അതുപോലെ ഫോർ സൈറ്റ് കോളത്തിലുള്ള വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് ഫോർ സൈറ്റ് സിഗ്മ FS കണ്ടുപിടിക്കാം. ഇനി സിഗ്മ ബാക്ക് സൈറ്റ് സിഗ്മ BS മൈനസ് സിഗ്മ FS കണ്ടുപിടിച്ച് വെക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അവസാനം കിട്ടിയ റെഡ്യൂസ് ലെവൽ, ലാസ്റ്റ് റെഡ്യൂസ് ലെവൽ അല്ലെ. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ ബെഞ്ച് മാർക്കിന്റെ RL, അതിനെ ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ എന്ന് പറയാം. അപ്പോൾ LRL ലാസ്റ്റ് റെഡ്യൂസ് ലെവൽ മൈനസ് FRL ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ. അപ്പോൾ LRL മൈനസ് FRL should be equal to sigma backside minus sigma foresight. LRL മൈനസ് FRLും സിഗ്മ BS മൈനസ് സിഗ്മ FSും ഒരേ വാല്യൂ കിട്ടിയാൽ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ കറക്റ്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം.